വിശദമായ വാർത്തയിലേക്കാണ്. ഈ മണിക്കൂറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം ഒക്ടോബർ 30 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ആന്റണി ജി സ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഒക്ടോബർ 30 വരെയാണ് കോടതി കസ്റ്റഡി കാലാവധി അനുവദിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും 11 മണിയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കിയത്. അടച്ചിട്ട മുറിയിലായിരുന്നു നടപടിക്രമങ്ങൾ നടന്നത്. ഉദ്യോഗസ്ഥരും അഭിഭാഷകരും മാത്രമാണ് കോടതി മുറിയിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഇന്ന് തന്നെ ഈ കസ്റ്റഡി അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ തന്നെ SIT വ്യക്തമാക്കിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ള കാര്യം. കസ്റ്റഡി അപേക്ഷ ഈ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നൽകി. ഏതായാലും അത് കോടതി ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. 14 ദിവസമാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അതായത് ഈ മാസം 30 വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാവുക. നമുക്കറിയാം, വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ കേസിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനായി ഇനി ബാക്കി നിൽക്കുന്നത്. 6 ആഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ നൽകിയ സമയപരിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയതും ആ കസ്റ്റഡി അപേക്ഷ ഇപ്പോൾ കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നിർണായകമായ മൊഴികൾ ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്നു. ഇനി പ്രധാനമായുമുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മോഷ്ടിച്ച സ്വർണം എവിടേക്ക് പോയി, എവിടേക്കാണ് അത് കൊണ്ടുപോയത്, എന്ത് ചെയ്തു ആ സ്വർണം എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടിമുതൽ എന്ന് പറയുന്നത്. ഈ മോഷണ കുറ്റമടക്കമുള്ള ഈ കേസിൽ ഈ തൊണ്ടിമുതൽ എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന്, അതായത് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉരുക്കി വേർതിരിച്ചെടുത്ത സ്വർണ്ണമാണ്. ആ സ്വർണം എവിടേക്ക് കൊണ്ടുപോയി, എന്താണ് ആ സ്വർണം ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഏതായാലും ഇപ്പോൾ 10 മിനിറ്റ് ഉദ്യോഗസ്ഥർക്ക് ഈ അഭിഭാഷകരുമായി സംസാരിക്കാനുള്ള ഒരു അനുവാദം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ നിന്ന് ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ 30 തീയതി വരെ, ഈ മാസം 30-ാം തീയതി വരെ 14 ദിവസത്തെ കസ്റ്റഡിയിലാണ് റാന്നി കോടതി വിട്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ രഹസ്യാത്മകമായുള്ള നടപടികളാണ് കോടതി നടക്കുന്നത്. കാരണം ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു വിവരങ്ങളും പുറത്തേക്ക് പോകരുത്, ഒന്നും പരസ്യമാക്കരുത്, എല്ലാം രഹസ്യ സ്വഭാവത്തോടെ വേണമെന്നുള്ള കാര്യം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധമില്ലാത്ത ആരെയും ഇന്ന് കോടതി മുറിയിലേക്ക് പ്രവേശിപ്പിച്ചില്ല. ഈ ഉദ്യോഗസ്ഥരെ, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഈ 2 സർക്കാരിൻ്റെ അഭിഭാഷകനെയും അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനെയും മാത്രമാണ് കോടതി മുറിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അങ്ങനെ അടച്ചിട്ട മുറിയിലായിരുന്നു നടപടിക്രമങ്ങൾ നടന്നത്. ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് 10 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്കും വിധേയനാക്കി. അതിനുശേഷം രാവിലെ 7:30 കൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കുകയും 10:45 കൂടി റാന്നി കോടതിയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ആന്റണി പറഞ്ഞതുപോലെ തന്നെ 14 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്. ഈ ഒരു കാലയളവിൽ ഇനി കേരളത്തിന് പുറത്തേക്കും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യത നിലവിലുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഇത് കേരളത്തിന് പുറത്തേക്കാണ് ഇതിൻ്റെ ഒരു കണ്ണികളൊക്കെ നീങ്ങുന്നത്, അല്ലെങ്കിൽ ഈ മൊഴികളുമായി ബന്ധപ്പെട്ടും ഈ കണ്ടെത്തലുകളെല്ലാം പോകുന്നത് കേരളത്തിന് പുറത്തേക്കാണ്. പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ്. അതുകൂടാതെ ഈ സ്വർണ്ണപ്പാളി ബാംഗ്ലൂരുവിലും അതുപോലെ തന്നെ ഹൈദരാബാദിലും എത്തിച്ചു എന്നുള്ള വിവരങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഇടങ്ങളിലൊക്കെ അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പിന് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഈ സ്വർണ്ണപ്പാളി ഇവിടെ നിന്ന് ഏറ്റുവാങ്ങുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഒരു അനന്ത സുബ്രഹ്മണ്യമാണ്, സുഹൃത്താണെന്നാണ് പറഞ്ഞത്. ഇയാളാണിത് നേരെ ബംഗളൂരുവിലേക്കാണ് കൊണ്ടുപോകുന്നത്. ബംഗളൂരുവിൽ നിന്നാണ് പിന്നെ അത് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു. ഹൈദരാബാദിൽ നിന്നാണ് പിന്നീട് അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തുന്നത്. അങ്ങനെ വിവിധ തലങ്ങളിലൂടെ കടന്നാണ് ഇത് വന്നത്. അതിന് പുറമെ ഇത് പലയിടങ്ങളിലും കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് പിരിവ് നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി അത് നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഈ ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്
ഹൈദരാബാദ് ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പ്രധാനമായും അന്വേഷണം നടക്കുക. അതിന് കൂടാതെ മറ്റിടങ്ങളിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കും, തെളിവെടുപ്പ് നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണം എവിടെ വെച്ച് വേർതിരിച്ചെടുത്ത സ്വർണം എന്ത് ചെയ്തു, അതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ രണ്ടാമത് കൊണ്ടുവന്ന സ്വർണ്ണപ്പാളി ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അപ്പോൾ ഒറിജിനൽ എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ സ്വർണം എവിടെയാണ്, ഈ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം എവിടേക്ക് പോയി എന്നുള്ളതാണ് കണ്ടെത്താനുള്ളത്. അതാണ് പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ ഈ കേസിനെ സംബന്ധിച്ച് ആ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് തെളിവെടുപ്പ് നടത്തുമ്പോൾ തന്നെ അത് കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുക. അതിന്റെ ഭാഗമായി ഈ ഹൈദരാബാദിലും ബംഗളൂരുവിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകും. അതുപോലെ തന്നെ ആന്റണി, ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ട സാഹചര്യത്തിൽ ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി പത്തനംതിട്ടയിൽ തന്നെ തുടരാനാണോ അതോ തിരുവനന്തപുരത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കാനാണോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? അക്കാര്യത്തിൽ വ്യക്തതയില്ല. നമുക്കറിയാം, നിലവിൽ ഈ കേസ് നടക്കുന്നത് ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. റാന്നി ശബരിമല ഇരിക്കുന്നത് ആ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. നിലവിൽ പമ്പയിൽ പ്രത്യേക അന്വേഷണ സംഘം ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത്. നമുക്കറിയാം, വളരെ രഹസ്യാത്മകമായ നടപടിക്രമങ്ങളാണ് ഉള്ളത്. ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത വിവരം വൈകുന്നേരത്തോടു കൂടിയാണ് പുറത്തു വരുന്നത്. പിന്നെയും എവിടെ വെച്ചാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതെന്നുള്ള ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. അത് രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യലെന്ന വിവരം മാത്രമാണ് ആദ്യഘട്ടത്തിൽ വന്നത്. അത് പത്തനംതിട്ടയിലാണോ അല്ലെങ്കിൽ തിരുവനന്തപുരത്താണോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് ഈഞ്ചക്കലിലെ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ വെച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത് എന്നുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് അന്വേഷണ സംഘം ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും ഇനി എന്താണ് അടുത്ത നടപടി, എങ്ങോട്ടാണ് കൊണ്ടുപോവുക എന്നുള്ളത് ആ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. ഏതായാലും അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യൽ തന്നെയാണ്. നമുക്കറിയാം, ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഈ മൊഴിയിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നത്. ഈ സ്വർണ്ണ മോഷണത്തെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായുള്ള വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഇക്കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം ഈ ഒറ്റയ്ക്ക് ഈ സ്വർണം ഇവിടെ നിന്ന് മോഷ്ടിച്ചു എന്നുള്ളൊരു വിലയിരുത്തൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ അന്നുണ്ടായിരുന്ന ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അടക്കം പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. 2 എഫ്ഐആറുകളുണ്ട്. 2 എഫ്ഐആറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയാണ്. അതിൽ 1-ാമത്തെ എഫ്ഐആർ എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളി, ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി അതിൽ നിന്നുള്ള സ്വർണം വേർതിരിച്ചെടുത്തത്. 2-ാമത് ഈ കട്ടിള പാളി, ശ്രീകോവിലിന്റെ വാതിലിന്റെ കട്ടിളയിലുള്ള പാളികൾ ഇളക്കി കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചിട്ടുണ്ട്. അങ്ങനെ 2 എഫ്ഐആറുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എതിരെയുള്ളത്. 2 കേസുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ നിന്നും പോയ സ്വർണം എവിടേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിൽ ആരുടെയൊക്കെ പങ്ക്, ആരൊക്കെയാണ് ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയതെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യവും നമുക്കറിയാം. ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച ഒരു ഇമെയിലിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു. അത് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത്, ആ ഇമെയിലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് ഇങ്ങനെ, ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശലൊക്കെ കഴിഞ്ഞപ്പോൾ തന്റെ പക്കൽ കുറച്ച് സ്വർണവും കൂടി ബാക്കി വന്നിട്ടുണ്ട്. അതപ്പോൾ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്താനായി ഉപയോഗിക്കാമെന്ന് കരുതുന്നു. അത് ദേവസ്വം ബോർഡിന്റെ കൂടി സഹകരണം വേണം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കൂടി അക്കാര്യത്തിലൊരു തീരുമാനം പറയണം എന്നുള്ളൊരു മെയിൽ അയച്ച കാര്യമൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ സ്വർണം ഉരുക്കി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ബാക്കി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ സ്വർണം എവിടേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമാണ് വ്യക്തത വരികയുള്ളൂ. ആ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ മോഷ്ടിച്ച സ്വർണം, ഈ 40 കിലോയോളം ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് 38 കിലോയിലേക്ക് കുറയുകയാണ്. 4 കിലോയോളം സ്വർണ്ണമാണ് കാണാതെ പോയത്. അത് എവിടെ പോയി എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. ആ സ്വർണം എവിടെ, ഈ ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം എവിടെ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നടത്തും. ഒപ്പം ഈ തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്കും പോകും. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ, ഈ ദേവസ്വം ബോർഡിന്റെ അന്നുണ്ടായിരുന്ന ഈ പ്രതിപട്ടികയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും. രേഖകളടക്കം ശേഖരിക്കുന്ന നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെയും SIT സംഘം സന്നിധാനത്തെത്തി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിലുള്ള മഹസറടക്കമുള്ള രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ തലങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ഒപ്പം തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും.
ശരി, ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഈ മാസം ഒക്ടോബർ 30 വരെ 14 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. തികച്ചും രഹസ്യാത്മകത കാത്തുസൂക്ഷിച്ച് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ 14 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകളും അതുപോലെ തന്നെ തെളിവ് ശേഖരണം അടക്കം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൂടുതൽ ആളുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയ കൂടുതൽ ആളുകളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതിനൊക്കെയായാണ് ഈ 14 ദിവസത്തെ കസ്റ്റഡി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ് SIT ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.